ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാറായി അല്ലെ. റെയിൽവേ ഗ്രൂപ്പ് ഡി 2026 ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം, അതായത് ജാനുവരി 21 റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചു തുടങ്ങുക. പ്രിപ്പറേഷൻ കുറച്ച് നല്ല സൂപ്പർ ആക്കി വെക്കുക. അത് ഇപ്പോൾ നടക്കുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ആണ്. റെയിൽവേയുടെ ഇപ്പോൾ നടക്കുന്ന എക്സാം ഗ്രൂപ്പ് ഡി എക്സാം ആണ്. അതിന്റെ എക്സാം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരി വരെ ഉണ്ട് എക്സാം. അപ്പോൾ ആ ഒരു എക്സാം ഗ്രൂപ്പ് ഡി തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് കുറച്ച് പേരെങ്കിലും വിചാരിച്ച് കാണും അടുത്ത എക്സാമിന് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നല്ല രീതിയിൽ സ്കോർ ചെയ്യണം, എങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ച കുറച്ച് പേരെങ്കിലും കാണില്ലേ. അവര് മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കാരണം നിങ്ങൾ എക്സാം എഴുതി ഇറങ്ങി അധിക ദിവസമായില്ല, അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫയറോട് കൂടി തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവര്, അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അതായത് മെയിൻ ആയിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് അല്ലെ. അപ്പൊ 10th പാസ് ആണ് ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ. 10th പാസ് അല്ലെങ്കിൽ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഏജ് ക്രൈറ്റീരിയ, എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും? 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഏജ് ക്രൈറ്റീരിയ പറഞ്ഞത്. അല്ലെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി 34 വയസ്സൊക്കെ ആയി, പക്ഷേ OBC കാറ്റഗറിയിലാണ്, നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലാണെങ്കിൽ ഉടനെ തന്നെ ആ നോൺ ക്രീമി ലെയർ NCL സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. നിങ്ങൾക്കും ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെ. OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലുള്ളവർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഗ്രൂപ്പ് ഡി എക്സാം എഴുതാനായിട്ട് സാധിക്കും. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ റെയിൽവേയിൽ, അതും അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ ഏതാണ്ട് 40,000-ലധികം 40K+ ആണ് നിങ്ങളുടെ സാലറി ആയിട്ട് വരുന്നത്. അപ്പം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സാലറി ആയിട്ട് കയ്യിൽ കിട്ടും. ഒരു സ്റ്റേബിൾ ജോബ് ആയിരിക്കും റെയിൽവേയിൽ, നല്ലൊരു ജോലി. അപ്പൊ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഇനി ഈ OBC ഉള്ളവർ, OBC നോൺ ക്രീമി ലെയർ കാറ്റഗറി ഉള്ളവർ, നിങ്ങളുടെ ആ ഒരു ഏജ് റിലാക്സേഷൻ കളയാതിരിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പൊ ഏജ് റിലാക്സേഷന് മാത്രമല്ല ഈ ഒരു OBC സർട്ടിഫിക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ കട്ട് ഓഫും ആ ഒരു മിക്ക എക്സാമിന് ഒരു 3 മാർക്ക് ഡിഫറൻസ് കട്ട് ഓഫിന് കാണും. അപ്പൊ അതിനും എന്ത് വേണം? ഈ ഒരു NCL സർട്ടിഫിക്കറ്റ് വേണം. അത് ഇല്ലാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിനു മുൻപുള്ള റെയിൽവേ എക്സാംസിന്, അതായത് ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന റെയിൽവേ അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ് എക്സാം, അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ, JE, അപ്പൊ ഒരുപാട് എക്സാംസിന് നോട്ടിഫിക്കേഷൻ വന്നു, കുറെ പേരൊക്കെ അത് അപ്ലൈ ചെയ്തു. അപ്പൊ അത് അപ്ലൈ ചെയ്തവർക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ NCL എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നോൺ ക്രീമി ലെയർ ഇല്ല, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ OBC നോൺ ക്രീമി ലെയറിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്യുക, എടുത്തു വെക്കുക. 21 നോട്ടിഫിക്കേഷൻ വരും, അപ്പൊ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ. ഇനി നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ ഇത് റെയിൽവേ എക്സാം ആണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാം. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ്? താലൂക്കിൽ നിന്നാണ് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അക്ഷയയിൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ആ റെയിൽവേയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ നോർമൽ ഫോർമാറ്റിലല്ല നമുക്കിത് വേണ്ടത്, റെയിൽവേയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള OBC നോൺ ക്രീമി ലെയർ ഫോർമാറ്റ് ആണ്. ഇത് തന്നെ മതിയാകും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് തന്നെ മതിയാകും. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് എടുത്ത് ആ ഒരു നമ്പർ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആവശ്യമുണ്ട്. അപ്പോൾ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ വഴി അല്ലെങ്കിൽ വില്ലേജ് വഴി നിങ്ങളുടെ ആയിട്ട് അപ്ലൈ ചെയ്ത് താലൂക്കിൽ നിന്നുമുള്ള നോൺ ക്രീമി ലെയർ OBC NCL സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക.
അതേപോലെ വില്ലേജ് ഓഫീസറിൽ നമുക്ക് തഹസീൽദാറിന്റെ സിഗ്നേച്ചറോട് കൂടിയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഈ ഒരു ഫോർമാറ്റ് ഉള്ളതാണ് ആവശ്യം. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ പേരൻസിന്റെ SSLC സർട്ടിഫിക്കറ്റ് അതും ആവശ്യമുണ്ട്, ആൻഡ് ചില വില്ലേജിൽ അതും ആവശ്യമുണ്ട് കേട്ടോ. ദെൻ ലാൻഡ് ടാക്സ് വേണം, റേഷൻ കാർഡ്, ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലി എന്തെങ്കിലും ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ജോബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ റേഷൻ കാർഡ് മതി. കാരണം അതിനകത്ത് വരുമാനം കൊടുത്തിട്ടുണ്ട്. വരുമാനം ഇൻ നോൺ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റിന് വരുമാനം വേണോ എന്ന് ചോദിച്ചാൽ 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കേ ഈ ഒരു OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സോ നിങ്ങളുടെ റേഷൻ കാർഡ് ആൻഡ് നിങ്ങളുടെ ആധാർ കാർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇതെല്ലാം എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരാഴ്ചക്കകം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് പോയി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 2 ദിവസം ഗ്യാപ്പേ ഉള്ളൂ, ഉടനെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സോ ഇനി എന്നിട്ട് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് 21-ാം തീയതി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റേജ്? പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പൊ ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം ആണ് റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പ് ഡി എഴുതിയിട്ട് നിങ്ങളുടെ ഫുൾ ഇൻപുട്ട് കൊടുക്കാൻ പറ്റാത്തവർ, അങ്ങനെ കുറെ പേര് കാണല്ലോ, റിഗ്രറ്റ് ചെയ്യുന്നവർ. അപ്പൊ അവര് വിചാരിച്ചത് നെക്സ്റ്റ് എക്സാമിന് സെറ്റ് ആക്കാം. അപ്പൊ ആ സെറ്റ് ആക്കാനുള്ള നെക്സ്റ്റ് എക്സാം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് റെഡി ആയിട്ടിരിക്കാം. നമ്മൾ ഗ്രൂപ്പ് ഡി ക്ലാസ്സസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോസുമായിട്ടില്ലേ ഗ്രൂപ്പ് ഡിയുടെ കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.